ദുഷ്യന്ത മഹാരാജാവിന് നായാട്ടിന് പോകാൻ സമയമായിരിക്കുന്നു. അവിടെയൊന്നും ആരുമില്ല. ഞാൻ അയ്യപ്പനോ? അയ്യപ്പനോ? ആരെങ്കിലും ആവട്ടെ, നമുക്ക് നായാട്ടിന് പോകാനുള്ള രഥം തയ്യാറായി കഴിഞ്ഞോ? രഥോ? വേണമെങ്കിൽ വല്ല കോളീസോ ജീപ്പോ ഒപ്പിച്ചേരാ. നീ ഏതാടാ തെണ്ടി? ആ ഫടന്റെ വേഷം കെട്ടണ വേലു കഴിഞ്ഞ കളിയുടെ കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഉടക്കാം. ഞാനിവിടെ നാടകക്കാർക്ക് ചായം കൊണ്ട് വന്നതാ. 2 കൽപ്പിച്ചിങ്ങി കേറി. ഇത് നാടക നടൻ കാസർഗോഡ് കനകാംബരൻ. സ്ഥിരം പുരാണവും ചരിത്രവും കളിക്കുന്നത് കൊണ്ട് രാജാപ്പാട്ട് കനകാംബരൻ എന്നും നാടകപ്രേമികൾ ഇയാൾ വിളിക്കാറുണ്ട്. പ്രിയമ്പതേ, അനസൂയെ, എന്റെ പ്രിയതമം വരില്ലേ? വരും, തീർച്ചയായും വരും. ഈ ഉണ്ണികുമാരിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നു. പ്രിയേ, ചാരുശീലേ, എവിടെയെല്ലാം തിരഞ്ഞു പ്രാണനാഥ ഞാൻ അങ്ങയെ. എന്തു പറ്റി പ്രിയേ? എന്തെങ്കിലും അനിഷ്ടം? ആ പലിശക്കാരൻ അവറാച്ചനും റാവുത്തറും കളി കാണാൻ വന്നിട്ടുണ്ട്. എന്റെ അമ്മോ! കൂടെയുള്ളത് മാർത്താണ്ഡം ഭാരതി. നാടകത്തിലും ജീവിതത്തിലും കനകന്റെ സഖി. കനകൻ രാമനാണെങ്കിൽ ഭാരതി സീത. ഭാരതി ദമയന്തിയാണെങ്കിൽ കനകൻ നളൻ. എവിടായിരുന്നു കളി? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. നാടകക്കാർക്ക് ചായ അടിച്ചു കൊടുക്കുന്നതിലുണ്ട് ഒരു സംതൃപ്തി. എന്നാലും ഇടയ്ക്കൊന്ന് വേഷം കിട്ടണമെന്ന് കൈമളാശാന് തോന്നാറില്ലേ? ഇനി ഇപ്പൊ കുചേലന്റെ വേഷമല്ലേ പറ്റത്തുള്ളൂ. ഇത് കൈമളാശ, പഴയ ഒരു നാടക നടൻ. കനകാംബരന്റെ പിതാശ്രീ. മകൻ നാടക നടിയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഉടക്കി വണ്ടിക്കട തുടങ്ങി. നാടക ട്രൂപ്പ് കനകന്റെ തലയിലുമായി. ട്രൂപ്പാണെങ്കിൽ നഷ്ടത്തിലും. കടത്തിൽ മുങ്ങി ജീവിതം വഴിമുട്ടിയ കനകാംബരന്റെ കഥയാണ് ഇനി. ഹലോ, എണീക്കാശാനെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. വണ്ടിയോ? രഥം? എന്തു കുന്തോ ആവട്ടെ, എന്റെ കാശിതാ, ഞാൻ പോട്ടെ. കാശോ? പൊൻപണമെന്ന് പറയൂ കുമാരാ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഞാൻ കുമാരനാ, കെ കുമാരൻ. ഓഹോ, ആരെവിടെ? കിഴി കൊണ്ടുവരൂ. കിഴിയിടാൻ എനിക്ക് നടുവേദനൊന്നുമില്ല. നമ്പർ ഇടാ, കാശിടാ. മഹാരാജാവ് തിരുമനസിനോട് ധിക്കാരം പറയുന്നു. നടുവേദന ഇല്ലെങ്കിൽ അത് നോം തരാം. അങ്ങോട്ട് നോക്കൂ. അയ്യോ, ഭ്രാന്തായി. അതെടാ, ഞാൻ ഭ്രാന്തനാ. നാരായണത്ത് ഭ്രാന്തൻ. പിടിക്കവനെ. മക്കളെ പെറ്റൊരമ്മ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഐ ആം കനകാംബരൻ. വെറും കനകാംബരനല്ല, കനകാംബര മഹാരാജാവ്. പുല്ലാനിപ്പുഴ ഒറ്റയ്ക്ക് നീന്തിക്കിടന്ന് ശത്രുപാളയത്തിൽ പന്തം കത്തിച്ചിടാൻ ശ്രമിച്ചവൻ കനകാംബരൻ. പക്ഷെ നടന്നില്ല. തീപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. ഇന്നാട്ടിൽ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത സകലമാന പേരും കുമ്പിട്ട് ആരാധിക്കുന്ന വീരകേസരി. കേട്ടിട്ടില്ലേ ഡോക്ടർ കനകാംബര മഹാരാജാവിന്റെ വീരചരിത കഥകൾ? നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് ഇവിടെ അഡ്മിഷൻ വേണം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഒരു കിടക്ക വിത്ത് ചങ്ങല. സോറി, ഇവിടെ കിടക്കയും ചങ്ങല ഒഴിവില്ല. ഞാനൊരു ഭ്രാന്തനാണ് ഡോക്ടർ. എന്നെ ചികിത്സിക്കണം. നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല. എന്റെ സമയം കളയാതെ എഴുന്നേറ്റ് പോണം മിസ്റ്റർ. നോ, എനിക്ക് ഭ്രാന്തുണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചങ്ങല ഒരുക്കിക്കോളൂ. എനിക്ക് ഭ്രാന്തില്ല അല്ലേ? അയാളെ പിടിച്ചു കണ്ടി ഷോക്ക് കൊടുക്കുക. ഷോക്ക് വേണ്ട. ഇതുകൊണ്ട് നമുക്ക് ഗുളികയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ വരാട്ടോ. ചേട്ടാ, ചേട്ടാ, എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരുപാട് പേരുടെ ഭർത്താക്കന്മാരുണ്ട്. അതിലേതാ നിങ്ങളുടെ ഭർത്താവ്? അപ്പൊ എന്നെ കനകേട്ടനെ അറിയില്ലല്ലേ? ഇല്ല. രാജാപ്പാട്ട് കനകാംബരൻ എന്ന പ്രശസ്ത നാടക നടനെ അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ ഞാൻ 2 സ്റ്റേറ്റ് അവാർഡ് നേടിയ മാർത്താണ്ഡം ഭാരതി. ഞാൻ സീരിയൽ കാണാറില്ല. ഇനി പറ, ശ്രീരാമചന്ദ്രനെ പോലൊരാളിങ്ങോട്ട് വന്നോ? ആ, രാജാവാണെന്നും പറഞ്ഞ ഒരാള് അല്പം മുമ്പ് ഇങ്ങോട്ട് വന്നിരുന്നു. ഓ, എന്നത് തന്നെ എന്റെ കനകേട്ടൻ. വേഗം ചെല്ല്, അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ചതിച്ചല്ലോ ദൈവമേ. കനകേട്ടാ, യോ, എന്റെ കനകേട്ട എന്ത് പറ്റി കനകേട്ടാ? നിങ്ങൾക്ക് ആരാ ഇത്? വലിയ ശല്യമായല്ലോ. ഏതാ സ്ത്രീ? എന്റെ ഭാര്യ. നീ ഇവിടുത്തെ നേഴ്സാ? തമാശകളാ. എന്തോ? ഈ കുട്ടി ഏതാ? കനകേട്ടാ, വേണ്ട കേട്ടോ. അഭിനയൊക്കെ തട്ടേലും മതി. മര്യാദയ്ക്ക് വാ, പോവാ. ഞാനിപ്പോ ഒരു ഭ്രാന്തനാ. എനിക്ക് നിങ്ങൾ അറിയില്ല. ഡോക്ടർ പ്ലീസ് എന്നെ ചങ്ങലക്കിടൂ. ഇല്ല കേട്ടോ ഡോക്ടറെ, കനകേട്ടൻ വെറുതെ അഭിനയിക്കുന്നതാ. നല്ല ഒന്നാന്തരം നടനല്ലേ. ഇത് വെറുതെ വേഷം കെട്ടില്ല. ഡോക്ടറെ, ഒന്ന് അഴിച്ചു വിടാൻ പറ. അതിനു മുമ്പ് 7 ചട്ടിയുടെ പണം കിട്ടണം. ജട്ടിയോ? ഇവിടുന്ന് തുണിക്കച്ചവടം ഉണ്ടോ? ചട്ടിയല്ല, ചട്ടി, പൂച്ചട്ടി. ഇയാള് പൊട്ടിച്ചതാ. എത്രയാ? ഞാൻ തരാം. 750. 750? അതെന്നെ സ്വർണം പൂശിയതാണോ? 600 തരാം. ശരി ശരി. താങ്ക്സ്. അയ്യോ, കഷ്ടം. എന്റെ പൊന്നു ഡോക്ടറെ, പേഴ്സ് മാറിപ്പോയി. ഞാൻ ചെക്ക് തരാം. അത് കൊണ്ടുവന്നിട്ടുണ്ടോ?
അതും കൊണ്ടുവന്നിട്ടില്ല. ആഹാ. ഞാൻ നാളെ തന്നെ കൊടുത്തുവിടാം. പ്ലീസ് ഡോക്ടർ. പാവങ്ങളെ പറഞ്ഞു വിട്ടേ. ശരി. ആ സ്ഥലം കളിയാക്കാൻ നോക്ക്. താങ്ക്സ്. അടിച്ചു വിട്ടേക്ക്. ശരി. നാടക ആർട്ടിസ്റ്റുകളാ, എന്തോ സാമ്പത്തിക പ്രശ്നമാണ്. വാ പോവാം. ഞാനെങ്ങും വരുന്നില്ല. കരയേട്ടാ, വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാതെ വാ. ഭാരതി പലിശക്കാരുടെ ഇടികൊള്ള എന്നെ കൊണ്ട് വയ്യ. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. മോളെ തൊട്ട് സത്യം ചെയ്യുന്നല്ലേ? മമ്മൂട്ടിയാണ് സത്യം. നീ വന്ന് ഓട്ടോല. അപ്പൊ ഇതാര് കൊടുക്കും? ആ ഡോക്ടർ കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതാ. ഓ ഭയങ്കര പുള്ളി തന്നെ. വാ കേറ്. വാ. എത്രയായി? 150. ആ നോട്ട് കഥാ. വേണ്ട, ഞാൻ കൊടുത്തോളാം. 500 ആണ്. അതിനെന്താ ബാക്കി തരും? അയാൾ തരും, പക്ഷെ എന്റെ കൈ കിട്ടൂല. എന്ത് പണ്ടാണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇപ്പൊ അറിയണം, ഈ വീട്ടിലെ ഭർത്താവ് ഞാനോ അതോ നീയോ? വൈകാതെ ഭർത്താവ് വേഷം ഞാൻ തന്നെ കെട്ടേണ്ടി വരും. വാ മോളെ. ഒരു വരെ ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇതെന്താണ് ബ്ലേഡുകാരുടെ സംസ്ഥാന സമ്മേളനം? വീട് പൂട്ടിനു അകത്തേറി ഒളിച്ചിരുന്നതാ. ഞങ്ങൾക്കറിയാം നീ വന്ന് പെടുമെന്ന്. മര്യാദക്ക് കാശ് ഇല്ല നിക്കില്ല. കൊള്ളില്ലടാ, തൊലി പ്രൂഫാ. എന്തിനാ നീ ഓടുന്നത്? അടുത്ത ഒളിമ്പിക്സിന് ഇന്ത്യക്ക് വേണ്ടി ഓടുന്നത് ഞാനാ. അതിനുള്ള റിഹേഴ്സലാ. ഇതാ ഇതിന്റെ ഒരു കാര്യം. കാശ് വയ്ക്കാൻ വരുമ്പോഴൊക്കെ തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചവേ. ഇത്ര ചിരിപ്പിച്ച് രക്ഷപ്പെടാൻ ഭാരതി, ആ പറ്റ പൊക്കിഞ്ഞെടുത്തേ. അപ്പൊ ഇന്ന് കിട്ടും. അവറാച്ചൻ ചേട്ടന്റെ ടോട്ടൽ എത്രയാ? മുതലും പലിശയും ചേർത്ത് 38,800. റൗണ്ടാക്കി പറഞ്ഞതല്ലേ കള്ളൻ. കൃത്യമായിട്ടില്ലേ നോക്ക്. വളരെ ഉപകാരം. എത്രയാണ് ചെട്ടിയാരെ? 72,000. കൃത്യമില്ലേ നോക്കിയോ. സന്തോഷം. എന്റെ കണക്ക് പിന്നെ കൃത്യമായിട്ട് കാണുമല്ലോ. ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ തന്നിട്ടില്ല. അറിയാം, അതുകൊണ്ടല്ലേ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് 19,999. ഹാപ്പി അല്ലേ? പിന്നെ ഈ പാപ്പട്ടം പെൻഡിങ് ആണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ കണ്ണപ്പ? പലിശ 10% ആയതുകൊണ്ട് ചുവന്ന മഷി കൊണ്ട് എഴുതിയിട്ടില്ല. ഇതാ നോക്ക്. ആ അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. ഡബിൾ ഓക്കെ. നിക്ക് അല്ല, നമ്മൾ വന്നത് പണവും പലിശയും വാങ്ങാനല്ലേ? അതെ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മൾ പോണത്? എനിക്കറിയില്ല. അമ്പട കനക.